കരിപ്പുഴത്തോട്ടിലെ ഓരുമുട്ടുകളിലെ തടസ്സം നീക്കണമെന്ന മന്ത്രി എം ലിജു നിർദ്ദേശം നൽകി. നീരൊഴുക്ക് തടസ്സപ്പെട്ട കായംകുളം എരുവ പ്രദേശത്ത് മന്ത്രി സന്ദർശനം നടത്തി. കരിപ്പുഴത്തോട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള ഓരുമുട്ടുകളിൽ പായലും മാലിന്യങ്ങളും തടഞ്ഞു നിന്നാണ് നീരൊഴുക്ക് തടസ്സപ്പെട്ടത്. നീരൊഴുക്ക് തടസ്സപ്പെട്ട സാഹചര്യത്തിൽ കരിപ്പുഴത്തോട്ടിലെ നീരൊഴുക്ക് സുഗമമാക്കാൻ ആലപ്പുഴ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എം ലിജുവിന്റെ നിർദ്ദേശം. പായലും മാലിന്യങ്ങളും അടിഞ്ഞുകൂടി നീരൊഴുക്ക് തടസ്സപ്പെട്ട സാഹചര്യം കണക്കിലെടുത്താണ് ഇറിഗേഷൻ വകുപ്പിനും തദ്ദേശ സ്വയംഭരണ വകുപ്പിനും മന്ത്രി നിർദ്ദേശം നൽകിയത്. നീരൊഴുക്ക് തടസ്സപ്പെട്ട എരുവ മേഖലയിൽ മന്ത്രി നേരിട്ട് സന്ദർശനം നടത്തി. മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി പ്രദേശത്തെ നീരൊഴുക്ക് തടസ്സപ്പെട്ട സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. മൂഴിയാർ അണക്കെട്ട് തുറന്ന പശ്ചാത്തലത്തിൽ ജലനിരപ്പും ഉയർന്നിരുന്നു. വെള്ളപ്പൊക്ക സമയത്ത് ഒഴുകി വരുന്ന പായലും മാലിന്യങ്ങളും കരിപ്പുഴത്തോടിൽ സ്ഥാപിച്ചിരിക്കുന്ന ഓരുമുട്ടുകളിൽ തടഞ്ഞു നിൽക്കുന്നതായിരുന്നു വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സമായി നിന്നിരുന്നത്. അടിയന്തരമായി മാലിന്യം നീക്കം ചെയ്ത് ഇതോടെയാണ് നീരൊഴുക്ക് സുഗമമാക്കണമെന്ന് ഇറിഗേഷൻ വകുപ്പിനും തദ്ദേശ സ്വയംഭരണ വകുപ്പിനും മന്ത്രി നിർദ്ദേശം നൽകിയത്. ഓരുമുട്ടുകളിൽ മാലിന്യം തങ്ങി നിൽക്കുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനായി വിശദമായ റിപ്പോർട്ട് ഇറിഗേഷൻ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വെള്ളപ്പൊക്ക ഭീഷണിയും വീടുകളിൽ വെള്ളം കയറിയ സാഹചര്യവും കണക്കിലെടുത്ത ആലപ്പുഴ ജില്ലയിലാകെ 53 ക്യാമ്പുകളാണ് ഇതിനോടകം പ്രവർത്തനം തുടങ്ങിയത്. 813 കുടുംബങ്ങളിലായി 2635 ആളുകളാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. നിലവില് നമ്മുടെ കരിപ്പുഴ തോടില് 2-3 സ്ഥലത്ത് ഓരുമുട്ടുകളുണ്ട്. ഓരുമുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഓരുമുട്ടുകളുടെ ഒരു പ്രസക്തി എന്നത് കരിപ്പുഴ കാർഷിക മേഖലയിൽ ഓരുവെള്ളം കയറാതിരിക്കാനും അല്ലെങ്കിൽ ഉപ്പുവെള്ളം കയറ്റി ആ മേഖല കൃഷിക്ക് അനുയോജ്യമാക്കുക എന്നുള്ളതാണ് ഓരുമുട്ടുകളുടെ ദൗത്യം. പക്ഷേ ഈ വെള്ളപ്പൊക്ക സമയത്ത് പലപ്പോഴും ഈ ഓരുമുട്ടുകളിൽ വന്ന് ഈ പായലും മറ്റ് മാലിന്യങ്ങളും തടഞ്ഞു നിർത്തി ജലനിർഗമനം തടസ്സപ്പെടും. ഇവിടെ അതായിരുന്നു പ്രശ്നം. അപ്പോൾ ഇവിടെ ഈ ഒരു ജലനിർഗമനം ക്ലിയർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവിടുത്തെ ഉത്തരവാദിത്വം. അതിന് LSDD വകുപ്പിനെയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെയും ജില്ലാതലത്തിൽ ജില്ലാ കളക്ടറുമായി സംസാരിച്ച് ആ കാര്യത്തിന് ചുമതലപ്പെടുത്തിയിരുന്നു. ഇവിടെ മുനിസിപ്പാലിറ്റിക്ക് അതിനുള്ള ഫണ്ട് ജില്ലാ ഭരണകൂടം അനുവദിച്ചിട്ടുണ്ട്. ഇറിഗേഷൻ വകുപ്പിന് തുറന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഇറിഗേഷൻ വകുപ്പിനെ ചുമതലപ്പെടുത്തി. ഇനി ഇത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടായാൽ ഇറിഗേഷൻ വകുപ്പ് കാര്യങ്ങൾ ചെയ്യണം. ആ വിഷയങ്ങൾക്ക് എല്ലാത്തിനും തന്നെ റാറ്റിഫിക്കേഷൻ ജില്ലാ ഭരണകൂടം നൽകുന്നതാണെന്നുള്ള കാര്യം തീരുമാനമായി. അപ്പോൾ ഇനി മുതൽ ഇവിടെ ജലനിർഗമനം മാലിന്യം അടിഞ്ഞ് തടസ്സപ്പെട്ടാൽ അത് പരിഹരിക്കാനുള്ള തീരുമാനമാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.